പാവയ്ക്കയുടെ നല്ലൊരു റെസിപ്പി പിടിച്ചോ. പാവയ്ക്ക വേവിച്ചെടുക്കണം. അതിനകത്ത് കുരുവെല്ലാം കളയണം. ഇതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും തേച്ച് പിടിപ്പിക്കണം. ഇനി ഇതിനകത്ത് നിറയ്ക്കാനുള്ള മസാല ഉണ്ടാക്കാം. എണ്ണ ചൂടാക്കി ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി, പച്ചമാങ്ങ, ഇതിലേക്ക് ഉപ്പ്, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കണം. ഈ മസാല ഇനി വേവിച്ച് വെച്ച നമ്മുടെ പാവയ്ക്കകത്തേക്ക് ഫില്ല് ചെയ്ത് നൂല് കൊണ്ടൊന്ന് കെട്ടിയൊന്നും വെക്കണ്ട, ചുറ്റി വെക്കണം. ഇനി ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തവയിലേക്ക് ഒരു ശകലം എണ്ണ ഒഴിച്ച് നന്നായിട്ട് രണ്ട് സൈഡും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കണം. ഇച്ചിരി സമയമെടുക്കും കേട്ടോ. നന്നായിട്ട് രണ്ട് സൈഡും ചുട്ടെടുത്ത് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കണം. ഉള്ളിയുടെ ചെറിയ മധുരവും മാങ്ങയുടെ പുളിയും പാവയ്ക്കയുടെ ലൈറ്റ് കയ്പും. ആഹാ, നിങ്ങൾ പാവയ്ക്ക ഇനി വെറുക്കത്തില്ല കേട്ടോ. ഇത്ര നല്ലൊരു റെസിപ്പി വേറെ ഇല്ല.